ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലാണ്. അടിപൊളി. ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണത്. പട്ടായയിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ നോക്കിയിട്ട് ഇവർ പറഞ്ഞു ഞാനും വരാന്ന് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങളപ്പോൾ VIP ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പോവാണ്. കാര്യം ഞങ്ങളുടെ 3 കാർഡുണ്ട്, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയണമല്ലോ. അപ്പോൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാർഡ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. അതാര് കയറുന്നുള്ള തർക്കത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തർക്കമൊന്നും വേണ്ട, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. കാരണം ബാക്കി 2 പേരും മടിച്ച് നിൽക്കുകയാണേ. ഞാൻ ആദ്യമായിട്ടാണ് VIP ലോഞ്ചിൽ കയറുന്നത്. കാരണം ഇതുവരെ നമ്മൾ ഡൽഹിക്കും അവിടേക്കൊക്കെ ബാംഗ്ലൂർക്കൊക്കെ മാത്രമാണ് വിമാനത്തിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെ ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ അവരില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഞാനൊരു ജ്യൂസ് മാത്രം എടുത്തു. ഇവിടെ ലിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് സ്വീറ്റ്സൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ടാ. കഴിക്കൂ, ജിലേബിയും കഴിക്കൂ. അപ്പോഴേക്കും രജനിയും കുഞ്ഞും പുറത്ത് ലോഡഡ് ഫ്രൈസും കാര്യങ്ങളൊക്കെ മേടിച്ച് എൻജോയ് ചെയ്ത് ആരംഭിച്ചു. മാമൻ കാണിച്ചിട്ടുണ്ടാ? ഞാൻ VIP ലോഞ്ചിൽ കയറാറുണ്ട്. കുഞ്ഞുവിന് ഈ ഫുഡിനെല്ലാം തൊടിയിക്കാൻ തോന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയമായി. വെളുപ്പിനാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് ആയിരുന്നത്. അപ്പോൾ ഇവിടെ നേരെ അവിടെ ചെല്ലുമ്പോൾ കൃത്യസമയമായിരിക്കും കാലത്ത്. അപ്പോൾ ഒരു ഫ്രഷപ്പിന് ഉള്ള സമയം മാത്രമാണ് നമുക്ക് തായ്ലൻഡിൽ ഇന്ന് രാവിലെ അവിടെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ തായ്ലൻഡിൽ ലാൻഡ് ചെയ്തു ഫ്ലൈറ്റ്. ഇനി ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ ഗൈഡ് വരും. ഗ്ലോബൽ ടൂർസ് ആണ് കേട്ടോ ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ. പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട. ഹാപ്പി ഹസ്ബൻഡ്സിലെ സലിംകുമാറിൻ്റെ ഹെയർ സ്റ്റൈൽ പോലെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കുഞ്ഞു തായ്ലൻഡിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അതിൽ തായ്ലൻഡിൽ തന്നെയാണ് സലിംകുമാറുള്ളത്. PBS കയറിയവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണ് കേട്ടോ. ആരുമായിട്ടും അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. ഗ്രൂപ്പ് ടൂർ ആകുമ്പോൾ 1-2 ദിവസം കഴിയുമല്ലോ വൈബ് സെറ്റ് ആവാൻ. എവരിബഡി റെഡി. ഭാഷ ഇംഗ്ലീഷൊക്കെ നീ നമ്മുടെ ഓക്കെ. അപ്പോൾ ഈ തായ്ലേഡിയാണ് ഞങ്ങളുടെ ഗൈഡായിട്ട് വരുന്നത്. ഞങ്ങളങ്ങനെ നേരെ വന്നിട്ട് വണ്ടി കയറിയിട്ടോ. നമ്മുടെ ഡ്രൈവറേട്ടനും റെഡിയാണ്. ഒറ്റൊരാളുള്ളൂ ഡ്രൈവർ, വേറെ കിളി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഗൈഡും മാത്രമാണ് കൂടെ ഉള്ളത്. Okay, I will give information about Thailand for you first because this is a sum. Okay, Thailand we have a population around 70 million. In the Bangkok 6 million. 90% of the country we are Buddhist. Okay, 10% mixed Christian, Muslim, Sikh and Hindu. Okay, this is mixed. And then 97% of the country we are non-vegetarian. We are non-veg. We eat pork, chicken, seafood and beef. That's why anytime we provide only the Indian restaurant for you. Okay? Because sometimes you are Thai foodies, you saw only the അന്ന അങ്ങനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് തായ്ലൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു രൂപരേഖ തന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇവിടുത്തെ പോപ്പുലേഷനെ കുറിച്ച്, ഇവിടുത്തെ ആളുകളെക്കുറിച്ച്. ഇവിടെ 90% ബുദ്ധിസ്റ്റുകളാണ്. ബാക്കി 10% ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, മുസ്ലിംസൊക്കെ ഉള്ളത്. പിന്നെ അവർ നോൺ വെജും ഒക്കെ കഴിക്കുന്ന ആളുകളാണ്. അങ്ങനെ അവരുടെ അടുത്ത് ഈ തായ്ലൻഡിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും പറയാം കേട്ടോ. നമ്മൾ വന്നറിയാൻ തന്നെ ഞെട്ടിക്കുന്ന സിറ്റിയാണ്. കണ്ടറിയാലോ, 2 മെട്രോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായണു. റോഡൊക്കെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഇഷ്ടംമാതിരി വീഡിയോസ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നേരിട്ട് കാണുമ്പോഴൊരു വിസ്മയമുണ്ടല്ലോ. അങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ്. അന്ന വന്നപ്പോൾ തന്നെ ഞങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി നുറുക്ക് തമാശകളൊക്കെ കലർത്തിക്കൊണ്ടാണ് സംഭാഷണമൊക്കെ. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവണില്ല. അത് നമുക്ക് പിന്നെ ഇംഗ്ലീഷൊന്നും അറിയില്ല. ബാക്കി നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ അതിനകത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്നയുടെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ആ സ്ലാങ് എന്തുകൊണ്ടോ നമുക്ക് ഇംഗ്ലീഷ് ഈ തായ് മിക്സ് ചെയ്തിട്ടേ. ഇപ്പം നമ്മുടെ മലയാളികൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്, ഹിന്ദിക്കാർ പറയുമ്പോൾ പ്രത്യേകതയുണ്ട്. അങ്ങനെ പല ആ ഒരു പ്രശ്നം നമുക്ക് ശരിക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരത്തേന് ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. പുള്ളിക്കാരത്തേക്ക് തമാശ കുറച്ച് സ്വയം ചിരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ കണ്ട ചില കാഴ്ചകളുണ്ടോ. കൂടുതലും ടൊയോട്ട വണ്ടിയാണ്, ഫോർച്യൂണറൊക്കെ ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നത്. പിന്നെ ഇസുസു പോലുള്ള ടൈപ്പ് വണ്ടികൾ ഇഷ്ടംമാരുണ്ട്. ടൊയോട്ടയാണ് മെയിനായിട്ടും റോഡ് ഭരിക്കുന്നത്. എല്ലാ ടൈപ്പ് ഇപ്പോൾ ആൾട്ടിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊറോള,
ഫോർച്യൂണർ. അപ്പോൾ ടാക്സി ഓടുന്നതും അത് തന്നെയാണ്. അതുപോലെ പൊതുജനം ഉപയോഗിക്കുന്നതും ടൊയോട്ടയുടെ വണ്ടികൾ തന്നെയാണ് കൂടുതൽ. ഗ്രാബാണ് കേട്ടോ അവിടുത്തെ ഈ സ്വിഗ്ഗി പോലെയുള്ള സൊമാറ്റോ പോലെയുള്ള ഇതിനു വേണ്ടി പകരം ഉപയോഗിക്കുന്നത്. ഇവിടെ ടാക്സികൾ പല കളറിലുണ്ട്. യെല്ലോ ടാക്സി, പിങ്ക് ടാക്സി, പിന്നെ ഈ കളർ ടൈപ്പ് ടാക്സികൾ. ഒരു പ്രത്യേക ലോകത്ത് എന്നൊരവസ്ഥയുണ്ടോ. മെട്രോ ഒക്കെ നമ്മുടെ അടുത്ത പോലത്തെ മെട്രോ അല്ല, റെയിലൊക്കെ ഒരു വേറെ വെറൈറ്റി ടൈപ്പിലാണ് അതിരിക്കണേ. That's why 9:15 you come walk to the first building, okay, near the road. 9:15, okay. This is a breakfast at the second floor, okay. This building. ബൈക്ക് ടാക്സിയാണ് മുനിസിപ്പാലിറ്റിക്കാരാണെന്ന് അറിയില്ല കേട്ടോ. യൂണിഫോം കിട്ട് കുറച്ച് ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഫ്രഷപ്പ് ചെയ്യാനായിട്ടുള്ള ഹോട്ടലിലേക്കാണ്. ദിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങളുടെ ഫ്രഷപ്പ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ തായ്ലൻഡിൽ ഹോട്ടലിലെത്തിയേക്കാം കേട്ടോ. ഇവിടുന്ന് 9:30 മണിക്കാണ് നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ ഫ്രഷപ്പായിട്ട് നമ്മുടെ ഹോട്ടലിൽ വന്നു. നമ്മുടെ ഡ്രൈവറായിട്ടാണ് അവിടെ താഴെ ഹോട്ടലിലെ കൊറിഡോറിലാണ് നമ്മുടെ റൂമും സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി 2 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ റൂം തന്നേക്കണം. അടിപൊളി റൂമാണ്, നല്ല സെറ്റപ്പാണ്. ജജനി ഇവിടെ സംഭവങ്ങൾ ഒരുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരുപാട് നിബന്ധനകൾ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ തായ് ഇംഗ്ലീഷ് കേരള ഇംഗ്ലീഷ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ ബാങ്കോക്കിലാണ് വന്നെങ്കിലും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പട്ടായയിലേക്ക് പോകണം കേട്ടോ ഫസ്റ്റ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സോസേജ്, ഇതെന്താണ് പന്നിക്കറി, ഞാൻ ചെറിയ ഐറ്റംസ് എടുത്താണ്. നൂഡിൽസ് ഒന്നും ചോദിച്ചോട്ടെ. തായ്ലൻഡിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുക്കറ്റ്, ക്രാബി, ഫിഫി ഐലൻഡ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം ഞങ്ങൾ എടുത്തേക്കണ ഈ പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കോക്ക്, പട്ടായ മാത്രമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതലും ആളുകളും തായ്ലൻഡ് വരുന്നത് ഈ ഒരു പാക്കേജിലാണ്. കാരണം ഇത് നമുക്ക് റോഡ് മാർഗം തന്നെ പട്ടായയിലേക്ക് പോയിട്ട് അതുപോലെ തന്നെ തിരിച്ച് ബാങ്കോക്കിലേക്കും റോഡ് മാർഗം തന്നെ പോകുക. ആ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ആ വഴിയിൽ തന്നെ കാണാം. ഇവിടുത്തെ വണ്ടികളൊക്കെ ഓൾട്ടർ ചെയ്തൊക്കെ ഇറക്കിയാണോ. എന്തായാലും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ എന്തായാലും കാണാൻ പറ്റില്ല. റോഡൊക്കെ എന്തായാലും അടിപൊളിയാട്ടോ. ഇപ്പോൾ ഈ ഒരു ഇത് ടൗണിലോട്ടോ, വില്ലേജ് ടൂറൊക്കെ വേറെ രീതിയിലായിരിക്കും. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് പോകുന്ന വഴി പട്ടായ എത്തുന്നതിന് കുറേ മുമ്പ് നമുക്ക് ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞിട്ട് ഈ പുലിയുടെ കൂടെയൊക്കെ കടുവയുടെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് ഞങ്ങളെ കൂടെ കാണിക്കുന്നത്. Okay, we will ready tiger zoo feeding the tiger. Which hand when come back, no hand, no leg. നമ്മുടെ ഗൈഡ് അന്നമ്മ അടിപൊളി തമാശകൾ കടിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ പുലിനെ കാണാൻ പോകണമെന്നാണ്. തിരിച്ചു വരുമ്പോൾ കൈ ഉണ്ടാവും കാലുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല, നോക്കി കണ്ടൊക്കെ പോകണമെന്നാണ് പറയണേ. ഇറങ്ങി പോയില്ല. 850. Crocodile fish. ടൈഗർ ടോപ്പിയിലെത്തിയിരിക്കണം നമ്മൾ. ഇത് 2 ഗ്രില്ല്. ഹലോ, $250 ബാത്താണ്. ദാറ്റ് മീൻസ് നമ്മുടെ അവിടുത്തെ 600 രൂപ. 650 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുലിയുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാം. ഞാനടുത്ത് കണ്ടാൽ നല്ല പ്രൗഢിയൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്ക് എന്തോ ഗുളികയൊക്കെ കൊടുത്ത് മയക്കിയിട്ടേ ഒരു ആലസ്യത്തിലാണ് ഈ കിടപ്പ്. അപ്പോൾ നമ്മൾ പുറകിലെന്ത് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് വലിയ പവറൊക്കെ തോന്നും. പിന്നെ നല്ലോണം ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഇവരെ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ വിശപ്പൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അഗ്രസീവ് ആയിരിക്കില്ല. എപ്പോഴും ശാന്തമായിട്ടുള്ള സ്വഭാവത്തിൽ ഇവരിങ്ങനെ കിടന്നുറങ്ങുക. അവരൊരു അഗ്രസീവ്നെസ് ഒന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. ഒന്ന് അലറണതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീനൊന്നും ഇവിടെ ഇല്ല ശരിക്കും. ഒരു വെടിക്ക് 2 പക്ഷികളടി. ഞാൻ ആരം മോൻ
നല്ല 2 മുട്ടൻ കുഞ്ഞുങ്ങൾ. ഇതെനിക്ക് തോന്നുന്നത് പുലിക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ വളർത്തണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വലുതായി കഴിയുമ്പോൾ പുലിക്ക് പിടിച്ചു കൊടുക്കും. അതായിരിക്കുള്ളൂ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പോവാണ്ട് കൈ പിടിച്ചോട്ടോ. അത് വള്ള പൂക്കുറ്റിയായിട്ട് പോണേ. പെട്ടെന്നൊക്കെ ഇയാൾ ചവിട്ടും. പക്ഷെ എല്ലാവർക്കും ആ പുലിയുടെ അടുത്ത് ഫോട്ടോ എടുത്താൽ തൃപ്തിയാവണം. അതാണ് അവർ അതിലൊതുക്കിയത്. ആ വെറുതെ അവർ കാശ് മേടിച്ചിട്ട് നമ്മൾ തെറി അവരെ പറയൂലോ. പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യും? behind. After that, you walk back, look around. പക്ക തമിഴ്നാട്. ടൈഗർ ടോപ്പിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ കേട്ടോ. ഇതൊക്കെ സിറ്റിയുടെ ഔട്ടറിലാണ്. അതുകൊണ്ടാണ് പോകുന്ന വഴി കണ്ടുപോകുന്നത്. നമ്മൾ ടൗണിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ്, നൈറ്റ് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ കോറൽ ഐലൻഡ്, അതിനൊക്കെ കാഴ്ചകൾ പട്ടായയിലാണ്.